നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ട്രാഡ് വൈഫ് അഥവാ ട്രഡീഷണൽ വൈഫ് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകൾ വന്നുപോയൊരു കാര്യമാണ്. പക്ഷേ ഇതുവരെ ആരും പറയാത്ത, ഡിസ്കസ് ചെയ്യാത്ത ചില ആംഗിളുകൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നി. അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ട്രഡീഷണൽ വൈഫ്? ട്രഡീഷണൽ വൈഫ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലി കാര്യങ്ങളും, ഭർത്താവിനെ നോക്കുന്നത്, കുട്ടികളെ നോക്കുന്നത്, കുക്ക് ചെയ്യുന്നത്, വീട് നല്ല മനോഹരമായിട്ട് വൃത്തിയാക്കി എല്ലാം വയ്ക്കുന്ന വീഡിയോസ് യൂട്യൂബിലൂടെ അവതരിപ്പിച്ച് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആവുന്നതിനെയാണ് ഒരു ട്രാഡ് വൈഫ് അഥവാ ട്രഡീഷണൽ വൈഫ് എന്ന് പറയാം. അതായത് ദ ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ. ഓക്കെ, അതായത് ഫീമെയിൽ റോൾസ്, ഫീമെയിൽസ് എന്തൊക്കെയാണ് ചെയ്യുക, ഒരമ്മയാവണം, ഭാര്യയാവണം, എല്ലാം വൃത്തിയായിട്ട് നമ്മൾ നോക്കണം, ഭർത്താവിനെയും മക്കളെയും പഠിപ്പിക്കൽ, കുക്ക് ചെയ്യൽ, ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കൽ, അങ്ങനെ ഒരു ഉത്തമയായ ഭാര്യ, ഒരു ഉത്തമയായ അമ്മ എന്നൊക്കെയുള്ള ആ ഒരു കാറ്റഗറിയിൽ ഫെമിനൈൻ റോൾസിനെ കാണിക്കുന്ന വീഡിയോസ് എടുക്കുന്നവരെയാണ് നമ്മൾ ട്രഡീഷണൽ വൈഫ് എന്ന് പറയുന്നത്. എന്താണ് ഇതിലത്തെ ക്രിറ്റിസിസംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് പലയിടത്തും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ വളരെയധികം ഫീമെയിൽസിനെ ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടെത്തിക്കുകയാണ്. അതായത് ഫീമെയിൽസ് അങ്ങനെ ജോലിക്ക് പോകരുത്, അവർക്ക് എന്താ പറയുക, ആണുങ്ങളുടെ ഒപ്പം നിന്ന് ചെയ്യാവുന്ന ജോലികൾ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരുന്ന് എന്തൊക്കെയാണോ സാധാരണഗതിയിൽ സ്ത്രീകൾ ചെയ്തിരുന്നത് അതേ ജോലികൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് വെക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു വീഡിയോസ് എന്നുള്ളതാണ് ഇവരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത്, ഇവർ ജോലി പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട, വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്താൽ എന്താ കുഴപ്പം എന്നുള്ള രീതിയിലേക്കാണ് ഇവർ വേറെ, അതായത് ഇപ്പോൾ യങ്ങർ ജനറേഷൻസ്, വേറെ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനൊക്കെ ഇത് കാണുമ്പോൾ ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു തെറ്റായ രീതിയിലേക്ക് നമ്മളൊരു ജനറേഷൻ ഇത് നയിക്കും എന്നുള്ളതാണ് മറ്റൊരു ക്രിറ്റിസിസം. ഇതൊക്കെയാണ് ഒരു എന്താ പറയുക, ട്രഡീഷണൽ വൈഫ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് യൂട്യൂബിലായാലും പറഞ്ഞ് വെക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇനി ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്ത് ആർക്കും എന്തും ചെയ്യാം, മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതിരിക്കുന്നിടത്തോളം. ഇപ്പോൾ ഈ പറയുന്ന കുക്ക് ചെയ്യുന്നു, വീട്ടിലത്തെ ജോലികൾ ചെയ്യുന്നു എന്നൊക്കെയുള്ളത് എവിടെയോ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ അതൊക്കെ ഒരു തരം താഴ്ന്നൊരു ജോലിയാണ്, ഇതൊക്കെ എടുത്ത് യൂട്യൂബിലിട്ട് വരുമാനം നേടുന്നതെല്ലാം ഒരു ജോലിയാണ് എന്നുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതി ഈ പറയുന്ന ക്രിറ്റിസിസം പറയുന്ന എല്ലാവരുടെയും വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനിവരുടെ കുറച്ച് പേരുടെയൊക്കെ ചില വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ രാവിലെ എണീക്കുന്നു, ഒരുപാട് കറികൾ, ഭക്ഷണങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്നു, കുട്ടികളെ സ്കൂളിൽ വിടുന്നു, കൊണ്ടുവരുന്നു, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, ഫംഗ്ഷനുകൾക്ക് പോകുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ പറഞ്ഞ കൺസ്യൂമറിസവും കാണിക്കുന്നുണ്ട്. അതായത് ഫാഷൻ, കുറേ ഡ്രസ്സുകൾ എടുക്കുന്നു, അത് കാണിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ യൂട്യൂബിലൂടെ വരുന്നത്. എന്നൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊന്നും ചെയ്യാതെ, ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരുന്ന് ഈ പറയുന്ന യൂട്യൂബും ആപ്പും ടി വിയും ഒക്കെ കണ്ടിരിക്കുന്നതിനേക്കാൾ ഒരു പടി മുകളിലാണ് ഇത്തരക്കാർ ഒരു ക്യാമറയും വെച്ച് ഡെയിലി എണീറ്റ് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് യൂട്യൂബിൽ പ്രസൻറ്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. നമുക്ക് സുഖമായിട്ടിരുന്ന് പറയാം, അല്ലെങ്കിൽ കമൻ്റ് ഇടാമോ ഇതൊക്കെ എന്ത് എന്നുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഒന്ന് എടുക്കാൻ നോക്കിയേ, ഒരു ക്യാമറ വെച്ച് കുക്ക് ചെയ്യുന്നതും ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകുന്നതും വ്ളോഗ് ചെയ്യുന്നതും ഇതെല്ലാം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ, നമ്മളൊന്നും ചെയ്യുന്നതിനേക്കാൾ, ഈ ഒന്നും വെറുതെ എന്നൊക്കെ പറയുന്നത് പ്രൊഡക്റ്റീവായിട്ട് കേട്ടോ, അങ്ങനെയാണ്. നമുക്ക് റെസ്റ്റ് വേണം, നമുക്ക് സ്ലീപ്പ് വേണം, നമുക്ക് റിലാക്സേഷൻ വേണം, ഇതെല്ലാം വേണം, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മാസവരുമാനം ലഭിക്കത്തക്ക അവർ ആ ചാനൽ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു മിടുക്ക് തന്നെയാണ് എന്നാണ് ഞാൻ പറയുകയുള്ളൂ. എവിടെയൊക്കെയോ ഒരു എന്താ പറയുക, ഫീമെയിൽസ് എന്ത് ചെയ്താലും അതിലൊരു കുറവ് കാണണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇതിലും റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെയുണ്ട്. അതല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, എന്തൊക്കെ വീഡിയോസാണ് ഇപ്പോൾ യൂട്യൂബിലുള്ളത് അല്ലേ. ചിലർക്ക് നമുക്ക് തോന്നും, ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതായത് ഒരാൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് അടക്കം യൂട്യൂബിൽ ഇട്ടിട്ട് അതിന് മില്യൻസ് ഓഫ് വ്യൂസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് യുവർ ചോയ്സ്, വെദർ ടു ഡു ഇറ്റ് ഓർ നോട്ട്. നിങ്ങൾക്കത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ചോയ്സാണ്, മനസ്സിലായി. അപ്പോൾ എനിക്ക് അവർക്ക് ആക്ച്വലി ക്രെഡിറ്റ് കൊടുക്കാനാണ് തോന്നുന്നത്, കാരണം അവർ ഐഡിയലായിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു ക്രിറ്റിസിസത്തിലേക്ക് വരാം. അതായത് അവർ ജോലിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അഥവാ ജോലിക്ക് പോകണ്ട എന്നൊക്കെ പറയും എന്നുള്ളത്. ഇതിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസം മനസ്സിലാക്കണം. ജോലിക്ക് പോകണ്ട എന്ന് പറയുന്നതും സമ്പാദിക്കേണ്ട എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഓക്കെ, ഈ പറയുന്ന ആരും
സമ്പാദ്യം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് സമ്പാദിക്കേണ്ട, എനിക്ക് പൈസ വേണ്ട എന്ന് പറയുന്നവരല്ല. അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവർക്ക് സമ്പാദ്യം വേണം എന്ന് തന്നെയാണല്ലോ. ജോലിക്ക് പോകേണ്ട എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുടെ കീഴിലോ ഒരു 9 to 5 സമയത്തിൻ്റെ ഉള്ളിലോ അതിൽ ഒന്ന് അകപ്പെട്ട് നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുക, യാത്ര ചെയ്ത് പോവുക, തിരിച്ചു വരിക, കുട്ടികളെ നോക്കുക, അത് മേ ബി അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ വേറൊരു ഹെഡിൻ്റെ താഴെ നിന്ന് ജോലി ചെയ്യുക, സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ജോബ് പ്രഷറിൻ്റെ ഉള്ളിലേക്ക് കയറി വരിക, എസ്കലേഷൻ, അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ജോലി വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കുന്നത് അവർക്ക് സമ്പാദിക്കേണ്ട, അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറയുക ഒരു ഏർണിങ്സ് വേണ്ട എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നല്ല. മനസ്സിലായോ? അവരുദ്ദേശിക്കുന്നത് എനിക്ക് എൻ്റെ സൗകര്യത്തിൽ, എൻ്റെ കഴിവനുസരിച്ച്, എൻ്റെ സമയത്തിനനുസരിച്ച് വർക്ക് ചെയ്ത് സമ്പാദിക്കാൻ സാധിക്കണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതിനെ നമ്മൾ എന്താ പറയുക അണ്ടർമൈൻ ചെയ്തിട്ട് പല വീഡിയോസിലും അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ജോലി വേണ്ട, ജോലി പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇപ്പോഴത്തെ സ്ത്രീകൾ ജോലിക്ക് പോകണ്ട എന്നാണ് ഇവർ പറയുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് എതിർപ്പുണ്ട്. അങ്ങനെ ഇത്തരക്കാർ പറയുന്നുണ്ട് എന്നെനിക്ക് വളരെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നാൽ അങ്ങനത്തെ അതൊരു പോരായ്മ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും സമ്പാദിക്കേണ്ട ആവശ്യമില്ല, സ്ത്രീകൾ സമ്പാദിക്കേണ്ട എന്ന് പറയുന്നത് തീർത്തും യോജിക്കാനാവാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ബട്ട് അതിനപ്പുറം നിന്നുകൊണ്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വേർതിരിവിലൂടെയാണ് ഞാൻ മനസ്സിലാക്കി കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ട്രാഡ് വൈഫ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇവർ ആൾക്കാരെ വഴിതെറ്റിക്കുന്നു, യങ് ജനറേഷൻസിനെ അല്ലെങ്കിൽ എന്താണ് സ്ത്രീകളെ, യുവതലമുറയൊക്കെ വഴിതെറ്റിക്കുന്ന ഈ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട് അല്ല. നമുക്ക് ദിസ് ഇസ് ലൈക്ക് എ മീഡിയം, ദിസ് ഇസ് എൻ എൻ്റർടൈൻമെൻറ്റ് മീഡിയം ഓർ എൻ എഡ്യൂക്കേഷൻ മീഡിയം. ഇവിടെ എല്ലാ തരത്തിലുള്ള വീഡിയോസാണ്. നമ്മളൊരു സിനിമ കാണുന്ന പോലെയോ ഒരു കഥ വായിക്കുന്ന പോലെയോ ഒരു ബുക്ക് സെലക്ട് ചെയ്യുന്ന പോലെയോ ഒക്കെയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത സിനിമയെ നമ്മൾ കാണില്ല, ഇഷ്ടമില്ലാത്തൊരു പുസ്തകം നമ്മൾ വായിക്കില്ല, ഇഷ്ടമില്ലാത്ത കൂട്ടുകെട്ടിൽ നമ്മൾ ചേരില്ല. ഇതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി നമ്മുടെ വീട്ടിൽ മക്കളിത് കാണുന്നു എന്നുള്ളതാണെങ്കിൽ ഇറ്റ് കംസ് ടു ഗുഡ് മെത്തേഡ്സ് ഓഫ് പാരൻറ്റിങ്. നമ്മുടെ മക്കളുടെ അടുത്ത് വളരെ ഫ്രീ ആയി സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് തുറന്ന് സംസാരിക്കാം. ഈ ഒരു വീഡിയോ വരെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതിലത്തെ പ്ലസ് എന്താ, ഇതിലത്തെ മൈനസ് എന്താ, നമ്മൾ എന്താ എടുക്കേണ്ടാത്തത് എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം തന്നെ പറയാം, നോക്കി ആ ആൻറ്റി അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഡെയിലി എനിക്കിന്ന് രാവിലത്തെ 4 മണി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നത് പോലും ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ അതൊന്നും അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. സോ സി ദേ ആർ ഹാർഡ് വർക്കിംഗ്. അവർ വീട്ടിലിരുന്നിട്ടാണെങ്കിലും ദേ ആർ ഡൂയിങ് സംതിങ് ഫോർ എ ലിവിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾക്ക് അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ അവർക്ക് വഴിതിരിച്ച് വിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ട്രാഡ് വൈഫ് അഥവാ ട്രഡീഷണൽ വൈഫ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞു കണ്ടിട്ടില്ല, അതുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത്. ഒരു മീഡിയം ഓഫ് ഏർണിങ്സും ചെറുതല്ല. ഒന്നും കുറച്ച് കാണേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് പറയാനുള്ളത്. എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഡസൻറ്റ് ഹേർട്ട് എനിബഡി ഓർ വേറൊരു രീതിയിലും ഒരു സാമൂഹിക തിന്മ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് അതിനെ കുറയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു തീർഷ്യം, ഒരു ദേഷ്യം, എന്തിനും ഇവരിങ്ങനെ ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിക്കേണ്ടത് എവിടെയോ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് അല്ലേ. 4 ആളുടെ മുന്നിൽ നമ്മുടെ ഫേസ് ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട്. അത് പെട്ടെന്നൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ എവിടെയോ നമ്മുടെ ഉള്ളിൽ ഒരു പിടുത്തമുണ്ട് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീ യു വിത്ത് അനദർ വീഡിയോ. അൺടിൽ നെക്സ്റ്റ് ടൈം. നന്ദി, നമസ്കാരം.